വീഡിയോട്ടാണ് ഗായ്സ്. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ വെച്ചാൽ പറഞ്ഞു ഗായ്സ്, നമ്മുടെ ഒരു ബസ് കൊണ്ടുവരാൻ. അപ്പോൾ നമ്മൾ ഇന്ന് അതാണ് ഗായ്സ് കൊണ്ടുവന്നിരിക്കുന്നത്. കിങ് എന്ന യൂട്യൂബ് ചാനലൊക്കെ ലച്ചാങ്ക് വെച്ചാൽ മറക്കും. ബേസ് നമ്മളിന്ന് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു കിടക്കാച്ചി വീഡിയോ ഇട്ടാണ് ഗായ്സ്. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ വെച്ചാൽ പറഞ്ഞു ഗായ്സ്, നമ്മുടെ ഒരു ബസ് കൊണ്ടുവരാൻ. അപ്പോൾ നമ്മൾ ഇന്ന് അതാണ് ഗായ്സ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ഗൈസ് വീഡിയോയിലേക്ക് ഇഷ്ടപ്പെട്ട ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഗായ്സ്. അപ്പോൾ ബസ് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയണ്ട ഗായ്സ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അന്നൊരു നാളിൽ മിന്നണരാവിൽ കന്നാലിക്കൂട്ടിലൊരുണ്ണി പിറന്നേ. മഞ്ഞണിപ്പൂക്കൾ പുഞ്ചിരിക്കുമ്പോൾ മണ്ണിന്റെ നായകനുണ്ണി പിറന്നേ. അപ്പോൾ ഗായ്സ് ഇപ്പം നിങ്ങൾ മനസ്സിലായില്ല ഗായ്സ്, ഇത് ഏത് ബസ്സാണ്. നമ്മളെ കൊമ്പനാടാണ് ഗായ്സ് കൊണ്ട് വന്നിരിക്കുന്നത്. നമ്മുടെ ഒരു സബ്സ്ക്രൈബ് വെച്ചാൽ പറഞ്ഞായിരുന്നു ഗായ്സ്, കമൻറ്റ് ചെയ്തായിരുന്നു ഗായ്സ് നമ്മുടെ കൊമ്പൻ ബസ് കൊണ്ടുവരണമെന്ന്. അപ്പോൾ ഗായ്സ് നമ്മളിന്ന് കൊമ്പൻ ബസ് കൊണ്ടുവന്നിരിക്കുകയാണ് ഗായ്സ്. ഓക്കെ, അപ്പോൾ ഗായ്സ് ഈ നമ്മുടെ ചാനൽ 131 ഗായ്സ്. അപ്പോൾ എല്ലാ മച്ചാന്മാർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് ഗായ്സ്. നമ്മുടെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഗായ്സ്. പിന്നെ ഗൈസ് ഇന്ന് നമ്മുടെ കൂടെ അർജുനില്ല, അവിടെ പുള്ളിക്കാരന് പരീക്ഷയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ഗൈസ്. അതുകൊണ്ട് പുള്ളി എക്സാമിന് പോയേക്കാണ് ഗൈസ്. മിഡ് ടൈം എക്സാമിന് പോയിരിക്കുകയാണ്. ഓക്കെ ഗൈസ്, ഓക്കെ. അപ്പോൾ ഗൈസ് അങ്ങനെ ബസ് കൊണ്ടുവന്നു ഗൈസ്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളിന്ന് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ കൊമ്പൻ ബസ് ഇട്ടൊന്ന് ചുമ്മാ ഓടിച്ചു നോക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. കാരണം നമ്മുടെ സബ്സ്ക്രൈബ് വെച്ചാൽ പറഞ്ഞിട്ട് നമ്മൾ എടുത്ത വണ്ടിയാണ് ഗൈസ് കൊമ്പൻ ബസ്. മാറ്റാൻ പറഞ്ഞതെന്ന് വെച്ചാൽ കൊമ്പൻ ബസ് ആഡ് ചെയ്യാനാണ് ഗൈസ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ കൊമ്പൻ ബസ് കൊണ്ടുവന്നു ഗൈസ്. ഇനി നമ്മുടെ സ്വന്തം വണ്ടിയാണ് ഗൈസ് ഇത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. പിന്നെ ഗൈസ് വണ്ടിയുടെ ഇൻറ്റീരിയർ ഒരു രക്ഷയില്ലാത്ത ഇൻറ്റീരിയറാണ് ഗൈസ്. വണ്ടിയുടെ ഫുള്ള് ലുക്കാണ് ഗൈസ്. കിടിലും ഇൻറ്റീരിയറൊക്കെയാണ്. നമ്മളെ മാലയൊക്കെ തൂക്കിയിട്ടുണ്ട് ദാവോദിൻ്റെ. പിന്നെ കുറച്ച് സ്മൈലിയുടെ കീച്ചേനുണ്ട്. പിന്നെ മറ്റേ കുറേ ഈ ഡ്രൈവർ ഇരിക്കുന്ന സ്ഥലത്തെ കുറച്ച് അധികം കിടിലുമായിട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ് നമ്മുടെ ബസ്സിൽ. ഓക്കെ, പിന്നെ ഗൈസ് വണ്ടി ഒരു രക്ഷയില്ല, കിടിലം വണ്ടിയാണ്. പിന്നെ ഇവിടെ ഒരു മാപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. പിന്നെ വേറൊന്നും വലുതായിട്ട് വണ്ടിക്കതി പറയാനില്ല. കിടിലം വണ്ടിയാണ്, ഒരു രക്ഷയില്ലാത്ത വണ്ടിയാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഗൈസ് വണ്ടിക്ക് നല്ല സ്പീഡൊക്കെ ഉണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളപ്പോൾ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണം ഗൈസ്. വണ്ടി നമ്മൾ ഭയങ്കര സ്പീഡാണ് ഗൈസ്, ഒരു രക്ഷയില്ലാത്ത സ്പീഡ് ഗൈസ് വണ്ടിക്ക്. ഓക്കെ, നമ്മളൊന്ന് ചുമ്മാ ഇട്ടൊന്ന് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാൻ വേണ്ടി മാത്രം കൊണ്ടുവന്നതാണ് ഗൈസ് ഇപ്പോൾ. പിന്നെ ഇതിട്ട് ട്രിപ്പും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഗൈസ്. ഓക്കെ, നമ്മൾ സ്വന്തമായിട്ട് മേടിച്ച വണ്ടിയാണ്. ഓക്കെ, ഇതിട്ട് ട്രിപ്പും കാര്യങ്ങളും വല്ലതും വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ വണ്ടി ഒരു രക്ഷയില്ല, കിടിലും വണ്ടിയൊക്കെയാണ് ഗൈസ്. നമ്മുടെ മച്ചൻ പറഞ്ഞുകൊണ്ടാണ് ഗൈസ് നമ്മൾ ഈ കൊമ്പൻ ബസ് കൊണ്ടുവന്നത് തന്നെ. എന്നാൽ അർജുൻ ഇല്ലാത്തതുകൊണ്ട് ഗൈസ് ഭയങ്കര മൂഡ് ഔട്ടാണ് ഗൈസ്. കോമഡി ഒന്നും പറയാനൊന്നും ആരുമില്ല ഗൈസ്. കോമഡി അല്ല, ചളിയാണ്. അതുകൊണ്ട് അവനില്ലാത്തതുകൊണ്ട് പിന്നെ ഗൈസ് ഒരു ചളിയും കോമഡിയൊന്നും ഇല്ല. ഓക്കെ, പിന്നെ ഗൈസ് ഇത് നമ്മുടെ ബസ് വിലേറ്റർ പിന്നെ കുറച്ച് അപ്ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ ഇവിടെ ഗൈസ് നമുക്ക് നേരെ സ്റ്റോറിയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മളെ വണ്ടിയൊക്കെ ഒരു രക്ഷയില്ല ഗൈസ്. ഇവിടെ ഗ്രാസ് പോലെ എന്തൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഗൈസ് ആരോ വിളിക്കുന്നുണ്ട് ഗൈസ്. വണ്ടി ഇവിടെ ഒതുക്കിയിട്ട് നമുക്കൊന്ന് എടുത്ത് നോക്കാം. ഓക്കെ, വണ്ടി ഇവിടെ ഒതുക്കി എന്ന് എടുത്ത് നോക്കട്ടെ. ഓ ഗൈസ്, അപ്പോൾ നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ആരാന്ന് മനസ്സിലായി ഗൈസ്. നമ്മുടെ അർജുൻ്റെ അമ്മയാണ് ഗൈസ് വിളിച്ചത്. അർജുൻ്റെ അമ്മ പറഞ്ഞു അവൻ സ്കൂളിൽ പരീക്ഷ കഴിഞ്ഞ് നിൽക്കുവാന്ന്. ഇപ്പോൾ ഏകദേശം 4 മണിയൊക്കെ ആയി ഗൈസ്. ഓക്കെ, അവൻ പരീക്ഷ കഴിഞ്ഞ് നിൽക്കുക. അവനെ വിളിച്ചുകൊണ്ട് വീട്ടിലോട്ട് വരാനാണ് ഗൈസ് പറഞ്ഞത്. ഇപ്പോൾ ആ റോഡ് വരെയാണ് ഗൈസ് പോകുന്നത്. അവൻ്റെ നേരെ അവൻ്റെ സ്കൂളിലോട്ട് വിടാം ഗൈസ്. സ്കൂളിൽ പോയിട്ട് അവനെ വിളിച്ചുകൊണ്ട് നമുക്ക് നേരെ അവൻ്റെ വീട്ടിൽ പോയിട്ട്
പിന്നെ അവനെല്ലാം റെഡിയായി കഴിഞ്ഞു. നമ്മൾ നേരെ അല കളിച്ചുകൊണ്ട് കുറച്ച് നൈറ്റൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ഈ ബസ്സിൻ്റെ ലൈറ്റ് വർക്കൊക്കെ കാണിച്ചു തരാം. നമ്മളിപ്പോൾ അർജുനെ വിളിക്കാൻ പോവാണ് ഗൈസ്. അർജുൻ്റെ സ്കൂളിൻ്റെ അടുത്ത് എത്താറായി ഗൈസ്. ഓക്കെ, ഇതാണ് ഈ സ്കൂൾ പുള്ളിയുടെ. ബസ്സിലൊക്കെ വന്ന് വിളിക്കുന്നത് ആദ്യമായിട്ടായിരിക്കും ഗൈസ് പിള്ളേരെയൊക്കെ. ഓക്കെ, അപ്പോൾ ഗൈസ് ബസ് നിർത്തി നമ്മുടെ അർജുൻ വരുന്നുണ്ട്. അവൻ കയറി ഗൈസ്. ഓടോ, ഇത് ഏത് ബസ്സാണോ? കൂബ ബസ്സാണല്ലോ. ഈ അണ്ണൻ്റെ ഇതൊക്കെ എപ്പോൾ ഒപ്പിച്ചണ്ണ, എന്നെ ഒന്നും വിളിച്ചില്ലെന്നു അണ്ണ. എടാ, അത് എനിക്ക് സമയം കിട്ടിയില്ലായിരുന്നടാ നിന്നെ വിളിക്കാൻ. കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം പുതിയ ബസ് എടുക്കാൻ പോകുമ്പോൾ നിന്നെ വിളിക്കാം. അണ്ടാ പിന്നെ ഇത് ഏത് ബസ്സാ? എടാ ഇത് കൊമ്പം ബസ് അല്ലണ്ണ, ബസ്സിൻ്റെ പേര് പറയാൻ. ഇത് Z1 ആടാ, Z1. ഓക്കെ അണ്ണ, ഓക്കെ. Z1 ബോഡി ചേസാ. ഓക്കെ അണ്ണാ. അണ്ണാ പിന്നെ ഈ ബസ് എടുക്കാൻ എത്ര രൂപയായി? അതൊക്കെ കുറച്ച് പൈസയായി. ഓ, പുതിയ ബസ്സായിരുന്നു, നശിപ്പിച്ച് കാറുകാർ. അണ്ട ഇവന്മാരൊക്കെ കള്ളു കുടിച്ചിട്ട് വന്നിരിക്കും അണ്ണ. അമ്മമാർക്കൊന്നും വിവരം ബോധമൊന്നും ഇല്ല അണ്ണ, കഞ്ചാവുള. ശരിയാടാ, ബസ് വരുന്ന കണ്ടിട്ട് അവൻ കയറി വളഞ്ഞ് ഓവർടേക്ക് ചെയ്യാൻ പോയ പൊട്ടനാണോ അണ്ണാവൻ? എടാ മിണ്ടായിട്ടാ, അങ്ങനെ ഇങ്ങനെ കേട്ട ചേസ് നമ്മളെ ഫോളോ ചെയ്ത് വന്ന് നിന്നെ തൂക്കിയെടുത്തോണ്ടങ്ങ് പോവും. അയ്യോ അട്ടാ, എന്നെ കൊണ്ടുപോകില്ല ഇത് പറയണ്ണ. നിന്നെ കൊണ്ടുപോകത്തില്ല, ഞാൻ തമാശ പറഞ്ഞോണ്ടേ. ഓക്കെ അണ്ണ, താങ്ക്സ്. ഇതിനെന്തിനാടാ താങ്ക്സ്? ചുമ്മാ ഉണ്ടെങ്കിൽ ഇരിക്കട്ടെ. എടാ ഇവിടുന്ന് വളച്ചിട്ടെ നിന്നെ വീട്ടിലോട്ട് വിടട്ടെ. അണ്ടാ വീട്ടിൽ വിടുന്നതിന് അണ്ണൻ എന്തിനാണ് ഇതുവഴിയൊക്കെ വന്നേക്കുന്നത്? എടാ നിൻ്റെ വീട് മാറിപ്പോയതാടാ, സോറി. ബ്ലോക്കായിവിടെ. നമുക്ക് ഇതുവഴി എടുത്തോണ്ട് പോവാം. ഓക്കെ അണ്ണ ഇതുവഴിയൊക്കെ എടുത്തോണ്ട് പോകുന്നത് ഇച്ചിരി റിസ്ക് അല്ലേ? അതൊന്നും കുഴപ്പമില്ല, നമ്മളവിടെ എടുത്തോണ്ട് വന്നിങ്ങ്. ഓക്കെ അണ്ണ. ആടാ നിൻ്റെ വീട് എത്താറായോ? അവിടെ ഇറക്കേണ്ടത് വരെ ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടല്ലോടാ. അതൊന്നും കുഴപ്പമില്ല അണ്ണാ, നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് എന്നെ ഒന്ന് ഇറക്കി വിട്ടാൽ മതി നിങ്ങൾ. ഓക്കെടാ, ഇറങ്ങിക്കോ. ഓക്കെ അണ്ണാ, ഇനി നൈറ്റ് കാണാം. ഓക്കെടാ, ശരി. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ നൈറ്റ് ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മുടെ കൂടെ ഗൈസ് നമ്മുടെ അർജുനും ഉണ്ട് ഗൈസ്. നമ്മൾ നൈറ്റ് വന്നിരിക്കുകയാണ് ഗൈസ്. ഒരു ഗോസ്. അപ്പോൾ നമുക്ക് ഗൈസ് ബസ്സിൻ്റെ ലൈറ്റിലാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ബസ്സിൻ്റെ ലൈറ്റ് നോക്കുവാണെങ്കിൽ ഫ്രണ്ട് ഭാഗം മൊത്തം ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ് ബസ്സിൻ്റെ. ഈ സൈഡ് വരുവാണെങ്കിൽ സൈഡ് ലുക്ക് ഒരു രക്ഷയില്ല. ഇന്ത്യനകത്താണ് ആഘോഷമൊക്കെ നോക്കുവാണെങ്കിൽ കിട്ടിലോട്ടിട്ടുണ്ട്. നമ്മുടെ ഇതിനകത്ത് ലേസറും സ്പീക്കറിനകത്തൊക്കെ ലൈറ്റും കാര്യങ്ങളും സബ്വൂഫേഴ്സൊക്കെ ഉണ്ട് കൂടുതലും. പിന്നെ ബാക്ക് വശത്ത് വരുവാണ് ലൈറ്റ്, ബാക്ക് വശത്ത് അത്രയില്ല എന്നാലും ഉണ്ട് ഗൈസ്. പിന്നെ ലൈറ്റ് ഒരു രക്ഷയില്ലാതെ ലൈറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബസ് ഫ്രണ്ട് ഭാഗം എന്ന് വെച്ചാൽ മൊത്തം ലുക്കാണ് ഗൈസ് ഫ്രണ്ട് ഭാഗത്ത്. ഓക്കെ അങ്ങനെ ഗൈസ്, അപ്പോൾ നമ്മുടെ കോമൺ ബസ് മച്ചാൻ കൊണ്ടുവന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. അടുത്ത ദിവസം അടുത്തൊരു പുതിയ വീഡിയോ ഇട്ട് വരുന്നവരേക്കും ബൈ.